കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാം വാഴ്ത്തുകൊണ്ടുമാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും കർത്താവിൻ്റെ വചനവുമായി ദൈവത്തിൽ വരുവാൻ, വചനം ശ്രവിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 മുതൽ 50 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. ആ സങ്കീർത്തനത്തിൽ 38-ാം സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്താവിഷയമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സാം 38 വേഴ്സ് 8 to 11. 38-ാം സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള വാക്യം. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വായിച്ച 4 വാക്യങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവമായിട്ടുള്ള ഒരു വാക്യമാണ്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഈ പറയുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, എൻ്റെ നെഞ്ചിടിക്കുന്നു. ഞാൻ വശം കെട്ടിരിക്കുന്നു. ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അനുഭവത്തിൽ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോകേണ്ടി, ചിലർ ഒരു പ്രാവശ്യമല്ല അനേക പ്രാവശ്യം കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവർക്ക് കരം ഉയർത്തി ഒരു സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ കണക്ക് തെറ്റിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തവർ ചുരുക്കമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ഇന്നെനിക്കൊരു വിടുതൽ എൻ്റെ ദൈവം എനിക്ക് തരും വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. 2 കാര്യം ഞാൻ പറയാം. ഇത്രയും കണ്ടത് എന്ന് പറയുകയാണ്. ഒന്ന്, പ്രൈസ് ഗോഡ്, ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തെന്ന് അറിയത്തില്ല. ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് ഞാൻ മാത്രമല്ല എന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഈ ഹാളിൽ വന്നിരിക്കുന്ന ഇത്രയും പേരിൽ തന്നെ, പ്രൈസ് ഗോഡ്, ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല. 1. 2, പ്രൈസ്, ആദ്യത്തെ പ്രാവശ്യം കൈ പൊക്കിയെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഈ ഘട്ടം, ഈ പ്രയാസം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവർ കൈപൊക്കാനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ കൈപൊക്കിയവർക്ക് രണ്ടാമത് പറഞ്ഞപ്പോൾ കൈപൊക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം, ഇത്രയും പേര് വിശ്വസിക്കുന്നെങ്കിൽ എനിക്കും അങ്ങ് വിശ്വസിച്ചാൽ എന്നാ കുഴപ്പം? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ ആത്മീയരാണ്, വിശ്വാസികളാണ്, ഭക്തന്മാരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവമക്കളാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട്, പ്രൈസ് ഗോഡ്, എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ വിളിക്കുന്നത് നമ്മുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അല്ലാത്തവരുടെ കാര്യം ഇതിനേക്കാൾ എന്തോ ഒരു കഷ്ടമായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വിചാരിക്കും അതിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഒറ്റ കാര്യം ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണവാസങ്ങൾ എന്നെ ചുറ്റി, എങ്കിലും പ്രൈസ് ഗോഡ് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചത് കൊണ്ടല്ലേ ഇന്നിവിടെ ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവം ഒന്നുകിൽ, പ്രൈസ് ഗോഡ്, ഒന്നുകിൽ അതിനെ ജയിക്കാനുള്ള കൃപ തരും, അല്ലെങ്കിൽ
പറഞ്ഞു നോക്കി. ഒന്നുകിൽ അതിനെ ജയിക്കാനുള്ള കൃപ, അല്ലെങ്കിൽ സഹിക്കാനുള്ള കൃപ. രണ്ടും കൃപയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലര് ഇത് മനസ്സിലാൻ പറ്റും. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചിലരെ രോഗം കീഴടക്കും. എന്നാൽ ചിലരെന്തോ ചെയ്യും? രോഗത്തെ കീഴടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഞാനെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ കഷ്ടം, ഈ പ്രയാസം, ഈ പ്രതികൂലം നിന്നെ കീഴടക്കുകയില്ല. നീ ഇതിനെ കീഴടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. തിരുവചനം പറയുന്നു, പെരുവെള്ളം നിന്റെ മീതെ കവിഞ്ഞു വന്നാൽ അത് നിന്നെ മുക്കിക്കളയത്തില്ല. തീജ്വാലയിൽ കൂടെ നീ കടക്കേണ്ടി വന്നാൽ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. പെരുവെള്ളം കവിഞ്ഞു വരികയില്ലെന്നല്ല, അത് കവിഞ്ഞു വരും, പക്ഷേ അത് നിന്നെ കളയത്തില്ല. തീജ്വാലയിൽ കൂടെ കടക്കേണ്ടി വരത്തുന്നില്ല, കടക്കേണ്ടി വരും, പക്ഷേ പ്രൈസ് ഗോഡ് തലമുടിക്ക് പോലും ദോഷം തട്ടാതെ വെളിയിൽ വരുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഇന്ന് രാത്രി. അതുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ അതിന്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും. ഇത് ചെയ്യണം കർത്താവേ. ഇത് രാത്രി ഈ ഒരു വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ വാക്യം കേൾക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ എഴുതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനകത്ത് ഒരു ഭാഗത്ത് പുള്ളി പറയുന്നത്, ഞാൻ വശം കെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനത്തെ കഷ്ടമായിരുന്നു, പക്ഷേ ഇതെല്ലാത്തിനും മാറ്റം വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ 3 വാക്ക് ഇതിലെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 8-ാം വാക്യം വായിക്കാം. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു വാക്ക് ഇന്ന് രാത്രി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ക്ഷീണം. അടുത്ത വായിച്ചു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്ക് ഞരക്കം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിലിരിക്കുന്നു. മൂന്നാമത്തെ വാക്ക് ആഗ്രഹം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. 1 എൻ്റെ ക്ഷീണം, 2 എൻ്റെ ഞരക്കം, 3 എൻ്റെ ആഗ്രഹം. ഈ 3 വാക്ക് എടുക്കാനുള്ള കാരണം ഈ സങ്കീർത്തനം മുഴുവൻ ഞരക്കമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ ഈ 3 വാക്കുകൾ ഈ സങ്കീർത്തനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി പോകാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം. 1 എൻ്റെ ക്ഷീണം, 2 എൻ്റെ ഞരക്കം, 3 എൻ്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതില് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഈ 4 വാക്യത്തിന്റെയും പ്രശ്നങ്ങളുടെ സൈഡ്, ദ പ്രോബ്ലമാറ്റിക് സൈഡ് ഓഫ് ദിസ് ഹോൾ സാങ് എന്തുവാ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സങ്കീർത്തനത്തിലെ 4 വാക്യങ്ങൾ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രശ്നത്തിന്റെ വശം എവിടെയാണ് കിടക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലര് പറയും, ദൈവത്തിന് സ്തോത്രം, അതിന്റെ 11-ാം വാക്യം ചിലര് പറയും, വായിച്ചേ. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. ഇതാണ് വലിയ പ്രശ്നം തോന്നുന്നത്. സത്യം പറയട്ടെ, ഇവരകന്ന് നിന്നിട്ട് ഇവരടുത്ത് നിന്നിട്ട് എന്നാ പ്രയോജനം? ഇവര് മാറി നിൽക്കാതെ പോയിട്ട് എന്തോ പ്രയോജനം? കൂട്ടുകാര്, നാട്ടുകാര്, വീട്ടുകാര്, ചാർച്ചക്കാര്, ബന്ധുക്കള്, ഇവരടുത്ത് നിന്നിട്ട് എന്നാ പ്രയോജനം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ട് നടുവേദന പിടിച്ചിറക്കുന്ന ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു സഹോദരി, ദൈവസ്തോത്രം, ഹല്ലേലൂയ, ആശ്വസിപ്പിക്കാൻ 10 പേര് ഒന്നിച്ച് വന്നപ്പം പറഞ്ഞെന്നാന്നറിയാമോ? എന്നെ കാണാൻ 10 പേര് വന്നല്ല, ഇവന്മാർക്കൊക്കെ ചായ ഉണ്ടാക്കണ്ടേ. മനസ്സിലായി? ഹല്ലേലൂയ. നടുവേദന പിടിച്ച് കിടക്കുക. നല്ലൊരു വീട്ടമ്മയ്ക്ക് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ പച്ചവെള്ളം കൊടുത്ത് ഇടുന്ന ഇഷ്ടമല്ല, എന്തെങ്കിലും അതിനകത്ത് കലക്കി കൊടുത്താലേ ഇഷ്ടമുള്ളൂ. ചായപ്പൊടി ആയിരിക്കും, അല്ലെങ്കിൽ ടാങ്കായിരിക്കും, നാരങ്ങ ആയിരിക്കും, എന്തുമായിരിക്കും, എന്തെങ്കിലും ഒരെണ്ണം കലക്കി കൊടുത്താലേ നല്ലൊരു വീട്ടമ്മക്ക് തൃപ്തിയുള്ളൂ. പ്രൈസ് ഗോഡ്,
അവൻ സുഖമില്ലാതെ നിന്ന് കാണാൻ 10 പേര് വന്നപ്പോൾ പുള്ളിക്കാർ പറയുകയാണ്, ഇവിടെ മനുഷ്യന് എഴുന്നേക്കാൻ വയ്യാതെ അപ്പോഴാണ് ഇവിടെ കയറി വരുന്നതെന്ന്. ഞാൻ പറഞ്ഞത് പ്രൈസ് ഗോഡ്, ഈ ആളുകൾ വരുന്നത് കാണുന്നു ചിലപ്പോൾ സന്തോഷം തോന്നത്തില്ല. പ്രൈസ് ഗോഡ്. മറിച്ച് ചിലപ്പോൾ തോന്നും ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ കണ്ടീഷനോടെ നോക്കിയിട്ട് ആശ്വസിപ്പിക്കാൻ പോകാവൂ. യോബ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് ഗുഡ് മാനേഴ്സിൻ്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ട് എപ്പോൾ ആശ്വസിപ്പിക്കാൻ പോകണം, എപ്പോൾ ആശ്വസിക്കാൻ പോകണ്ട എന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മനസ്സിലാക്കി പോകേണ്ട കാര്യം പഠിപ്പിക്കാൻ നേരമില്ല. എന്നാലും ഒരൊറ്റ ഉദാഹരണം പറയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. കാർ ഉപയോഗിച്ച് നാട് മുഴുവൻ അനേകം നാൾ നടന്ന ഒരാൾ ഗതികേടോട് കാറ് വിറ്റിരിക്കുമ്പം നീ അയാളെ ആശ്വസിപ്പിക്കാൻ കാറിന് ആ വീട്ടിൽ ചെല്ലരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അനേകം നാൾ കാർ ഉപയോഗിച്ച ഒരാൾ സാമ്പത്തികം ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് കാറ് വിൽക്കേണ്ടി വന്നു. അന്ന് പുള്ളിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാറും കൊണ്ട് ചെല്ലരുത്. ഇങ്ങനെയുള്ള ചില മിനിമം പരിപാടികളുണ്ട്, ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. ഏതായാലും ദൈവത്തിന്റെ സ്തോത്രം. കൂട്ടുകാർ വിരിഞ്ഞു പോയതോ, നാട്ടുകാർ അടുത്ത് പോയതോ, വരാത്തതോ, ബാധ കണ്ട് മാറി നിൽക്കുന്നതോ, ബന്ധുക്കളും മിത്രങ്ങളും അടുത്ത് വരാത്തതോ, ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ഗോഡ്. ഇവർ വന്നാലും പ്രശ്നമാണ് ചിലപ്പം. ഇനി അടുത്ത വേറൊന്ന് നോക്കാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 10-ാം വാക്യം. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ നെഞ്ചിടിക്കുന്നു, വശം കെട്ടിരിക്കുന്നു, കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതായി. ദൈവത്തിന്റെ സ്തോത്രം. നെഞ്ചിടിക്കുന്നില്ല എന്ന് വിചാരിച്ചോ? വശം കെട്ടില്ലെന്ന് വിചാരിച്ചോ? കണ്ണ് കറക്റ്റ് കാണുന്നുണ്ടെന്ന് വിചാരിച്ചോ? എന്നാലും പ്രശ്നമുള്ള സമയങ്ങളില്ലേ? ഹാർട്ട് കറക്റ്റ് 72 ബീറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. നല്ല ആരോഗ്യത്തോടെയാണ്, പ്രത്യേകിച്ച് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, കാഴ്ചക്കുറവുമില്ല, എന്നാലും ഒരു മനസ്സിന്റെ പ്രയാസം വേറെ ഇല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്ഷീണം, ഞരക്കം, പ്രൈസ് ഗോഡ് ഇല്ലേ? ഇതിനെല്ലാത്തിൻ്റെയും പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ മുഴുവൻ വരികളുടെയും കാര്യങ്ങളുടെയും പ്രശ്നം 9-ാം വാക്യമാണ്. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുഴുവൻ പ്രശ്നത്തിന്റെ ഉറവിടം ഇതാണ്. ആമേൻ. മനസ്സിലാകാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഫോമായിട്ട്, ഒരു കാര്യത്തിന് ഒരു ആപ്ലിക്കേഷൻ ഫോമാന്ന് വിചാരിക്കുക. ഒരു കാര്യത്തിന് ഒരു ഫോം. പ്രൈസ് ഗോഡ്. ഒരു ഫോം മേടിച്ചു, ഒരു കാര്യം എഴുതി സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ ആവശ്യത്തിന് രണ്ടാമത്തെ ഫോം മേടിച്ചു, ഫില്ല് ചെയ്ത് ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്തു. മൂന്നാമത്തെ ആവശ്യത്തിന് മൂന്നാമത്തെ ഫോം മേടിച്ചു, അഡ്രസ്സ് എഴുതി ഫില്ലപ്പ് ചെയ്ത് ഒപ്പിട്ട് സബ്മിറ്റ് ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പുള്ളി ഇങ്ങനെ ദൈവസന്നിധിയിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരെണ്ണത്തിന് പോലും മറുപടി വരുന്നില്ല. പ്രൈസ് ഗോഡ്. ഈ ആപ്ലിക്കേഷൻ ഫോം എവിടാ? അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന മറുപടി പറയുമ്പോൾ ഫോം കിട്ടിയിട്ടുണ്ട്, അപേക്ഷ കിട്ടിയിട്ടുണ്ട്, പരിഗണിക്കാം, നോക്കട്ടെ. പ്രൈസ് ഗോഡ്. പണ്ട് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, കാമരാജ്. പുള്ളി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും കേന്ദ്രമന്ത്രി ആയിരുന്ന സ്ഥാനത്തുമൊക്കെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് ഇന്ത്യ മുഴുവനും കറങ്ങുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്തോരം നിബോധനം കൊണ്ട് ചെന്നാലും പുള്ളി പറയുന്നൊരു വാക്കൊരു പാർട്ടായി ഒരു ചൊല്ലായിരുന്നു. എന്നറിയാമോ? പാർக்கலாம், നോക്കട്ടെ. പ്രൈസ് ഗോഡ്. എന്ത് കൊടുത്താലും നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, നടപടിയില്ല. പ്രൈസ് ഗോഡ്. ഹൃദയം ക്ഷീണിക്കാതിരിക്കുമോ? ഞരങ്ങാതിരിക്കുമോ? തകരാതിരിക്കുമോ? എങ്ങനെ വശം കെടാതിരിക്കും? ഇന്ന് രാത്രി ഇതാണ് വിഷയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിലെ ഒരു കൊച്ചാഗ്രഹത്തിന് പോലും ഒരു നിവർത്തീകരണം കാണാതെ എത്ര നാൾ ഇങ്ങനെ പോകും? ഓരോ ദിവസം കഴിയും തോറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി 8-ാം വാക്യം തുടർന്ന് വായിച്ച്. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ചില വിഷയങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹത്തോടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ക്ഷീണിച്ച് അത്യന്തം
തകർന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇന്ന് ക്ഷീണം മാറ്റിയേ പോകാവൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ക്ഷീണങ്ങളെ മാറ്റത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് രാത്രി ചലിക്കണമേ കർത്താവേ. പ്രാർത്ഥനയുടെ ഇരിക്കുക. ഇന്ന് രാത്രി ഒരു ജയത്തിന്റെ രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാകട്ടെ. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. ഈ ടോക്കൺ എടുത്ത് പുറത്ത് കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്, ഡോക്ടർമാരുടെ മുമ്പിലും അതുപോലെ ബാങ്കിലും ഒക്കെ. പ്രൈസ് ഗോഡ്. ടോക്കൺ നമ്പർ എടുത്തുകൊണ്ട് പുറത്ത് കാത്തിരിക്കുന്ന ചിലരുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടിരിക്കാമോ? 12, കുറച്ച് കഴിയും പിന്നെയും 12, പിന്നെയും 12 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ടോക്കൺ നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഓരോ പ്രാവശ്യം നോക്കുന്ന എന്താണെന്നറിയാമോ? എൻ്റെ ടേൺ ആയോ. 11 അകത്ത് കയറി കഴിയുമ്പം ഈ പുള്ളിയുടെ മട്ടൊക്കെ അങ്ങ് മാറും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? 11 അകത്ത് കയറിയിട്ടുണ്ട്. ഇനി 12 നിന്നെ വിളിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. നിന്നെ അടുത്ത ടേൺ നിന്നെ വിളിക്കുന്ന സമയമാകട്ടെ. Let your name be the next turn. In the name of Jesus. 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 Hallelujah. Praise God. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ മെസ്സേജിന്റെ മുമ്പിൽ ഈ 12ാമത്തെ ടോക്കനും എടുത്തുകൊണ്ട് 11 അകത്ത് കയറിയപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇരിക്കുന്ന ആ ഒരു ഉഷാറായിട്ട് ഇരിക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. ഇതാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഒരു വിശ്വാസം വ്യാപരിക്കട്ടെ. ഒരു വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്നെൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ഇന്നെൻ്റെ പ്രശ്നം മാറുന്ന ദിവസമാണ്. ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇന്നെൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ അതോടൊപ്പം ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്. ഇന്ന് പാടിയതുപോലെ ഒരു തീരുമാനമെടുക്ക്. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ആമേൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്നെ കരുതുവാൻ എന്നെ പാലിപ്പാൻ യേശു മതിയായ. ഇത് പാടിയാൽ മാത്രം പോരാ, നമ്മൾ ഇതൊക്കെ നമ്മളുടെ അപ്ലൈ ചെയ്തിട്ട് വേണം പാടാൻ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ മർത്യരാരിലും ഞാൻ സഹായം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും സഹായം എനിക്ക് ലഭിക്കാതെ വന്നപ്പോൾ, ഒരു മനുഷ്യനിലും സഹായം ഞാൻ കണ്ടെത്താതെ വന്നപ്പോൾ, ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനില്ലാതെ വന്നപ്പോൾ ജീവനാഥൻ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ നടത്തിയ അനുഭവങ്ങൾ ഉള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. എന്നിട്ട് പറ, ഇനി എൻ്റെ ജീവനാൾ മുഴുവൻ എന്ത് ചെയ്യും? ഇതുപോലെ നടത്തുമെന്ന്. വിശ്വസിക്കേ, വിശ്വസിക്കേ, വിശ്വസിക്കേ. ഇതുപോലെ 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 ഇതുപോലെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നെ നടത്താൻ മതിയായവൻ. ജീവനാഥൻ എന്നാവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥൻ എന്നാവശ്യങ്ങൾ അറിഞ്ഞ് ജീവനാളെല്ലാം നടത്തിയിടുമേ. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ഞാൻ സഹായം തെല്ലും തേടുകില്ല. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥനാവശ്യങ്ങൾ
ജീവനാളെല്ലാം അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ ജീവനാളെല്ലാം ജീവനാളെല്ലാം നടത്തിടുമേ ജീവനാളെല്ലാം ജീവനാളെല്ലാം നടത്തിടുമേ ജീവനാളെല്ലാം ജീവനാളെല്ലാം നടത്തിടുമേ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ ഹല്ലേലൂയ യേശു മതിയായവനെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് നടത്തിയ പോലെ നടത്തും തോന്നുന്നുണ്ടോ? ജീവനാളെ മുഴുവൻ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഒരു ജീവനുള്ള സ്തോത്രം പറ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. വശം കെട്ടിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ നിന്നും ദൈവവചനത്തിന് 1-2 ഭാഗങ്ങൾ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 61:2 എന്ത് ചെയ്യണം നോക്കൂ. സങ്കീർത്തനം 61:2 എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. എന്നെ നടത്തണമേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് മുമ്പിൽ പോകേണ്ട വഴി ഒരു അത്യുന്നതമായ പാറ, അതിനെ മേളിൽ ചെന്നേ കാര്യം നടത്താൻ പറ്റൂ. പക്ഷെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ പാറയുടെ മുകളിൽ കയറാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് അടുപ്പിക്കാതെ വണ്ണം എതിർപ്പുകൾ വന്നിട്ട് എന്നെ തള്ളി 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 പുറകോട്ട് കൊണ്ടുപോവുക. അനുഭവമുണ്ടോ? ചില വിഷയങ്ങൾ വക്കത്ത് വന്ന് നിൽക്കുന്നു. എനിക്ക് അങ്ങോട്ട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിൻ്റെ മേളിൽ കയറി ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചില ദുഷ്ടശക്തികൾ, എതിർശക്തികൾ വന്ന് എന്നെ പുറകോട്ട് അവൻ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുമെന്ന് ലഭിച്ച അവകാശം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ അവകാശം എൻ്റെ കൈവശം വരുന്നതിന് ദൂരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ദാവീദ് പറഞ്ഞത്, ഞാൻ ഭൂമിയുടെ രണ്ടാം വാക്യം, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പുറകോട്ട് നടന്ന് ഓരോ സ്റ്റെപ്പിനും എൻ്റെ ഹൃദയം ക്ഷീണിച്ച് ഞാൻ എവിടെ എത്തിയെന്നറിയാമോ? ഭൂമിയുടെ അറ്റത്തെത്തി. ഇനി സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കാൻ വയ്യ, താഴെ പോകും. ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ വയ്യ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ സ്ഥിതിയിലെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ പുറകോട്ട് മാറലങ്ങ് നിർത്തി. ഇനി ഞാൻ പുറകോട്ട് മാറാൻ പോകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ? ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാത്രി പുറകോട്ടിനി മാറല്ലേ, പുറകോട്ട് സ്റ്റെപ്പ് വയ്ക്കല്ലേ, പുറകോട്ട് മാറല്ലേ. നിന്റെ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ഒരു ലിമിറ്റ് ഇല്ല. എന്നാൽ ഇന്ന് രാത്രി ലിമിറ്റ് തീർന്നിട്ടില്ല. നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ, നിനക്ക് പ്രാർത്ഥിക്കാൻ, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ, നിനക്ക് അനുഗ്രഹം തരുവാൻ മാർഗമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. ആത്മീയത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ജീവിതത്തില് ഭാരവും കഷ്ടവും പ്രയാസവും വന്ന് ക്ഷീണിച്ച് അത്യന്തം തളർന്ന് ഞരങ്ങി വശം കെട്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പുറകോട്ട് മാറിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഇനി സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കാനില്ല. ദൈവാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. ഇനി നിനക്ക് പുറകോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാനില്ല. ഇവിടെ വച്ച് ഈ പുറകോട്ടുള്ള സ്റ്റെപ്പ് അവസാനിപ്പിച്ച് നീ കുതിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇനി ഒരു സ്റ്റെപ്പ് പോലും പുറത്തു വയ്ക്കാനില്ല. ആ വാക്യം 2 ഒന്നുകൂടെ ചേർത്ത് വായിച്ചോട്ടെ.
എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹൃദയം ക്ഷീണിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഹൃദയം ക്ഷീണിച്ചവർ എത്ര പേരുണ്ട്? ആമേൻ. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ദാവീദ് പറഞ്ഞു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഇനി ലിമിറ്റ് ഇല്ല. ലിമിറ്റ് വിട്ടു. താണാവുന്നിടത്തോളം താണു, ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു, സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. ഇനി എനിക്ക് ആമേൻ ഒരു സ്റ്റെപ്പ് പോലും പറ്റത്തില്ല കർത്താവേ. വിളിച്ചപേക്ഷിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ദൈവമക്കളെ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം എങ്ങനെ ഏറ്റെടുക്കണമെന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാം ചെയ്തതുപോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിൻ്റെ 18-ാം വാക്യം, 17 മുതൽ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവന് താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിലും ആശ കൈവിട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഇത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത്, എന്ത് പ്രശ്നമായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, താണ് നാശത്തിന്റെ അടിത്തട്ടിലെത്തി, നെല്ലിപ്പലക കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരാശയ്ക്കും വക കാണുന്നില്ല. എന്നാലും തോന്നുന്നുണ്ടോ? ശരിയാകും തോന്നുന്നുണ്ടോ? എത്ര പേർക്കുണ്ട് അങ്ങനെ? ആശയ്ക്ക് വിരോധമായി ആശയോടെ ഇന്ന് രാത്രി വിശ്വസിക്ക്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്റെ തലമുറയ്ക്ക് മാറ്റം വരും. നിന്റെ കുടുംബത്തിന് മാറ്റം വരും. സമ്പത്തിന് മാറ്റം വരും. ആരോഗ്യത്തിന് മാറ്റം വരും. നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അധികാരത്തോടെ വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് ആരാധിക്ക്. മാറ്റങ്ങൾ നടക്കട്ടെ, മാറ്റങ്ങൾ നടക്കട്ടെ, മാറ്റങ്ങൾ നടക്കട്ടെ, മാറ്റങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഏജ ഹാളിൽ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നവരെന്ന് കരമുയർത്തിട്ട് സ്തോത്രം പറയാമോ? പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ആരാധനയുടെ മധ്യം, പ്രാർത്ഥനയുടെ മധ്യം, വചന ശുശ്രൂഷയുടെ മധ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മരവിച്ച് കിടക്കുന്ന, ചലനമില്ലാതെ കിടക്കുന്ന ചില ഫയലുകൾ നീങ്ങട്ടെ. കേട്ടവർ ഓർക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് രണ്ടു വശത്ത് മൂർച്ചയുണ്ട്. അവനിട്ടും കൊള്ളും, നമുക്കിട്ടും കൊള്ളാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് ഞങ്ങളിവിടെ വന്നത് വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച്, ഞാനും എൻ്റെ വൈഫ് ഇവിടെ വന്നത്, ഗ്രേസിയും വന്നത് വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രശ്നം ഇതാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ, ദൈവത്തിന് സ്തോത്രം, പോണ്ടിച്ചേരിയിൽ മെഡിസിന് MD ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഒരു ലാസ്റ്റ് സെമിസ്റ്ററിലേക്ക് വരിക. അവർക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഒരു പ്രോജക്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. സാധാരണ മെഡിസിന് പഠിച്ചുള്ളവർക്കറിയാം, മണിക്കൂറുകൾ രാപ്പകലാക്കിയെങ്കിൽ മാത്രമേ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് പഠിക്കണം എന്ത് വാർഡ് ഡ്യൂട്ടി, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് MD ആയതുകൊണ്ട് വാർഡിലെ ഡ്യൂട്ടി, രാപ്പകൽ ഡ്യൂട്ടി, പിന്നെ പഠിക്കണം, പ്രോജക്റ്റ് എഴുതണം. ഒരു കണക്കിന് എഴുതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 80-85 പേജുള്ള തീസിസ് പ്രൈസ് ഗോഡ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഹല്ലേലൂയ, 15-ാം തീയതി, ഇന്നലെ ലാസ്റ്റ് ഡേറ്റാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇത് കറക്റ്റ് ചെയ്ത് പ്രൊഫസർ കൊടുക്കുക. പ്രൊഫസർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു. സാധനം പ്രൊഫസറുടെ ടേബിളിൽ ഇരിപ്പുണ്ട്. മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിച്ചിട്ടുള്ളവർക്കറിയാം, പ്രൊഫസർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പാസ്സാവുന്ന പ്രശ്നമില്ല. പ്രൈസ് ഗോഡ്. ചോദിക്കാൻ പറ്റുന്നില്ല, അന്വേഷിക്കാൻ പറ്റുന്നില്ല, ഫോൺ ചെയ്തിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗ്രേസിയോട്
മകൾ വിളിച്ച് പറഞ്ഞു, മമ്മി വലിയൊരു പ്രോബ്ലമായി, ഇത് കിട്ടിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് 15-ാം തീയതി പ്രൈസ് ഗോഡ് സൗദി അറേബ്യയിൽ ചെന്ന് പുള്ളിക്കാരുടെ റെസിഡൻറ്റ് വിസ പുതുക്കണം. പ്രൈസ് ഗോഡ് 15, 16, 17 ഈ 3 ദിവസത്തിനകം ഇത് ചെയ്തിരിക്കണം. പ്രൈസ് ഗോഡ് ഇത് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഈ മെസ്സേജ് ഫോണിൽ കൂടെ വന്നു. ഹല്ലേലൂയ. ഗ്രേസി അപ്പം തന്നെ മോളെ പ്രാർത്ഥിക്കാം, ശരിയാകും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിവിടെ വന്നു. ആമേൻ. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, ചില ഫയലുകൾ നീങ്ങും. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറുമ്പോൾ ഫോൺ കോൾ വന്നു. പ്രൈസ് ഗോഡ്, പ്രൊഫസർ തിരിച്ചു വിളിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പെട്ടെന്ന് പേപ്പറുകൾ തന്നു, അതിൻ്റെ ഇതെല്ലാം നോക്കി ഫെയർ ചെയ്ത് ഇന്ന് ഞങ്ങളോട് പോരുമ്പം ഫോൺ കോൾ വന്നു. സബ്മിറ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്തു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം ചലിപ്പിക്കാൻ തുടങ്ങിയാൽ എവിടെ പിടിച്ചു വെച്ചതായാലും, ആര് പിടിച്ചു വെച്ചതായാലും, എവിടെ തടഞ്ഞു വെച്ചതായാലും, നിന്റെ ദൈവം കൽപ്പിച്ചാൽ, ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഹല്ലേലൂയ, അനങ്ങുകയല്ല. അത് നീ പറയുന്നിടത്ത് എത്തിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വിശ്വസ്തയുടെ ദൈവത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അതിൻ്റെ സാക്ഷികമായിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് ഒന്ന് കയറി. ഞങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പം ഞങ്ങൾ വരുമ്പോൾ കാറിൽ വെച്ച് വന്ന ഫോൺ വന്ന അതേ സ്ഥലത്ത് എത്തിയപ്പോൾ ഇന്ന് ഫോൺ വന്ന് ശരിയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രശ്നമാണെന്ന് പറഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞ വിഷയത്തിന് പ്രൈസ് ഗോഡ് ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതേ സ്ഥാനത്ത് അതേ വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ വിളിച്ചു പറഞ്ഞു എല്ലാം ക്ലിയറായെന്ന്. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, അടുത്ത ചൊവ്വാഴ്ച ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇതുപോലെ ചില വിഷയങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ, ഞങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്കും അനുഗ്രഹമായി മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശത്രു പിടിച്ചു വെച്ചത് ഇന്ന് രാത്രി ചലിക്കട്ടെ. ശത്രു അനക്കാമില്ലാതെ മറച്ചു വെച്ചത് ഇന്ന് രാത്രി വെളിയിൽ വരട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, ഉയർപ്പിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കാതിരിക്കത്തക്കവണ്ണം the power of resurrection, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കാതിരിക്കത്തക്കവണ്ണം, പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കാതിരിക്കത്തക്കവണ്ണം ശത്രു ഉരുട്ടി വെച്ച് അടച്ചു വച്ചിരിക്കുന്ന കല്ലറ പോലെയുള്ള വിഷയങ്ങളുടെ അകത്തേക്ക് let the power of resurrection manifest right now, tonight, right now. ചില കല്ലുകൾ ചലിക്കട്ടെ, ചില ഉരുട്ടി വെച്ച കല്ലുകൾ ചലിക്കട്ടെ, അടച്ചു വെച്ച ചിലത് തുറക്കട്ടെ, അടച്ചു വെച്ച ചിലത് ഇന്ന് രാത്രി വെളിയിൽ വരട്ടെ. വിഷയങ്ങളുള്ളവർ പ്രാർത്ഥിച്ച് ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ദൈവശക്തി നിനക്ക് വേണ്ടി, അവൻ ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി, പുനരുദ്ധാനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ക്ഷീണം മാറിപ്പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ നിന്റെ ക്ഷീണം മാറിപ്പോകണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷീണം മാറിപ്പോകണം. ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലിമിറ്റിനപ്പുറത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷീണങ്ങളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് വിടുവാൻ കഴിവുള്ള ദൈവകൃപ. ദൈവം തരുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും വിശ്വാസത്താൽ കൈവശമാക്കണം. എങ്ങനെ? ആശയ്ക്ക് വിരോധമായി, ആശയോടെ വിശ്വസിക്കണം. എന്ത് ചെയ്യണം? ഉറക്കെ പറയാം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. വിശ്വസിക്കാമെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സാക്ഷ്യമുള്ളത് പറയാതിരുന്ന് തന്നെ ശരിയാകത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ മറ്റൊരു സാക്ഷ്യം കൂടെ ദൈവസന്നിധിയിൽ
അനുഗ്രഹത്തിനായി എന്നെ നിങ്ങളുടെ വിടുതലിനായി നിങ്ങളുടെ ഉറപ്പിനായി പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 4 വർഷം മുമ്പ് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഗ്രേസിക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഗാൽ ബ്ലാഡർ നിറച്ച് സ്റ്റോണാണ്, മൾട്ടിപ്പിൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീട്ടിരിക്കുന്ന പലർക്കും നേരിട്ട് ഞാൻ സംസാരിച്ച ഡോക്ടർ സോളമൻ കൂടി ഇരിപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം. പ്രൈസ് ഗോഡ്. ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞു, ഡോക്ടർ സോളമനും പറഞ്ഞു, പ്രൈസ് ഗോഡ്, അത് അനക്കമില്ലാതിരുത്തോളം കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ വേദന വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണം, ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ അതങ്ങനെ വെച്ചേക്കുകയായിരുന്നു. എന്നാലും ഓരോ പ്രാവശ്യം പിള്ളേരുടെ അടുത്ത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ അതുകൊണ്ടാണ് പോയത്, ഗൾഫിലൊക്കെ പോകുമ്പം ഇംഗ്ലണ്ടിലൊക്കെ പോയത് അതുകൊണ്ടാണ്. ഉള്ളിലൊരു ചെറിയ ഒരു ഭയം ചിലപ്പോൾ കയറി വരും, പിശാച് കൊണ്ടുവരും. എന്നറിയാമോ, എടാ അവിടെ വെച്ചെങ്ങാനും പ്രശ്നമായാൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞങ്ങൾ പോകുമ്പോൾ ഇൻഷുറൻസ് എടുക്കാറില്ല, ചുറ്റിയത് തന്നെ. പക്ഷേ അപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കും. ദൈവമക്കളെ, ഞാൻ ഇപ്പോഴും പറയാം, വിശ്വാസമുണ്ടോ? റിസ്ക് എടുക്കണം. ഇന്ന് രാത്രി വിശ്വാസം കൊണ്ട് റിസ്ക് എടുക്കാൻ എത്ര പേരുണ്ട്? വിശ്വാസം കൊണ്ട് ഇന്ന് രാത്രി ആമേൻ. ശത്രു പറയും ഹല്ലേലൂയ, ആമേൻ, ശരിയാകത്തില്ല, ആമേൻ, ഹല്ലേലൂയ. സയൻസ് പറയും ശരിയാകത്തില്ല, മെഡിക്കൽ സയൻസ് പറയും ശരിയാകത്തില്ല, എക്സ്റേ പറയും ശരിയാകത്തില്ല, സ്കാൻ റിപ്പോർട്ട് പറയും ശരിയാകത്തില്ല, പ്രൈസ് ഗോഡ്. വക്കീല് പറയും ശരിയാകത്തില്ല, പ്രൈസ് ഗോഡ്. ആരൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി നിന്റെ ദൈവം എന്ത് പറയുന്നു? വിശ്വാസം എന്ത് പറയുന്നു? അത് ശരിയാകും, ശരിയാകുമെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അന്തരാത്മാവിൽ നിനക്കൊരു വെളിച്ചം, നിനക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുള്ളവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, അവര് പറഞ്ഞത് നടക്കത്തില്ല, നിന്റെ ഹൃദയത്തിൽ കിട്ടിയ ഉറപ്പ് നടപ്പാകും. അത് അതുപോലെ നടക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആത്മാവ് താനും ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയും. ആമേൻ. ഉള്ളിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി ഞാൻ നശിക്കുമെന്ന് നീ നശിക്കുമെന്ന് പിശാച് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് നീ നശിക്കത്തില്ലെന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? നീ തകരുമെന്ന് പറയുമ്പോൾ തകരത്തില്ലെന്ന് ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? നീ മുടിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ മുടിയത്തില്ലെന്ന ശബ്ദം എത്ര പേർ കേൾക്കുന്നു? നീ തോറ്റു പോകുമെന്ന് പറയുമ്പോൾ അല്ല, ജയിക്കുമെന്ന ശബ്ദം എത്ര പേർ കേൾക്കുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശത്രു പറഞ്ഞത് നടക്കത്തില്ല, ശത്രു പറഞ്ഞത് നടക്കത്തില്ല, ശത്രു പറഞ്ഞത് നടക്കത്തില്ല. ദൈവം പറഞ്ഞത് നടക്കും, പരിശുദ്ധാത്മാവ് പറഞ്ഞത് നടക്കും, യേശു പറഞ്ഞത് നടക്കും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, കോമൺ സെൻസ് മാറ്റിവെക്കണം, ഇന്റലിജൻസ് മാറ്റിവെക്കണം. എന്നിട്ട് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എടുക്കണം. കോമൺ സെൻസ് മാറ്റണം, ഇന്റലിജൻസ് മാറ്റണം, എക്സ്പീരിയൻസ് മാറ്റണം. ഗൈഡൻസ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് ഉള്ളിൽ എത്ര പേർക്ക് തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിൽ ഗൈഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ്, അല്ല 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏജ് ഹാളിൽ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ചെറുപ്പക്കാരൻ, ദൈവസ്തോത്രം, ഏതാണ്ട് ആ ഭാഗത്ത് വന്നിരുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. അന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, ദൈവസ്തോത്രം, നീ പരീക്ഷയ്ക്ക് തോറ്റ് എത്ര വിഷയം ബാക്കുണ്ടെങ്കിലും നിന്നെ ദൈവം അങ്ങ് സഹായിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ അവനോട് എഴുന്നേറ്റ്. അവൻ ആദ്യമായിട്ടോടെ വരിക. ദൈവാത്മാവ് പറഞ്ഞു, അവൻ ഏറ്റെടുത്തു. 18 ബാക്കുണ്ടായിരുന്നു എഞ്ചിനീയറിംഗിൻ്റെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നെ ഇപ്പുറത്തൊരുത്തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവന് ഫാർമസിക്ക് പഠിക്കുക. അവന് 11 ബാക്കുണ്ടായിരുന്നു. 18, 30 ടോട്ടൽ. അവനും അതങ്ങ് ഏറ്റെടുത്തു. പ്രൈസ് ഗോഡ്. ഏറ്റെടുക്കുന്നവൻ്റെ പ്രവൃത്തി കാണും. ഇവർ രണ്ടുപേരും ചെയ്തതെന്നറിയാമോ? ഈ 18കാരൻ പോയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് 18നും ഫീസ് അടച്ചു. 18 പരീക്ഷയ്ക്കും ഫീസ് അടച്ചു. 11കാരൻ പോയി 11നും ഫീസ് അടച്ചു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചോദിച്ചു, പ്രൈസ് ഗോഡ്, എടാ നീ നന്നാളെണ്ണം വെച്ച് എഴുതിയെടുക്കുക, ഇത് പഠിക്കാൻ നേരെ എവിടെന്നാ? അവൻ പറഞ്ഞറിയാമോ? പ്രൈസ് ഗോഡ്, 4 എണ്ണം തരാവുന്ന കർത്താവിന് 18 തരാം, 3 എണ്ണം തരാവുന്ന കർത്താവിന് 11 തരാം,
ഏതായാലും ഞാൻ പഠിച്ചിട്ട് ജയിച്ചിട്ടില്ല, ഞാൻ പഠിച്ചോട്ട് ജയിക്കാനും പോകുന്നില്ല, കർത്താവ് പറഞ്ഞു ജയിപ്പിക്കാന്ന്, ഞാൻ ഫീസ് അടയ്ക്കാന്ന്. ഫസ്റ്റ് ചാൻസിന് 18 കിട്ടി, ഇവന് 11 കിട്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കണം. ആമേൻ. 18കാരൻ എഞ്ചിനീയർ ആയിട്ട് സിംഗപ്പൂരിലുണ്ട്. 11കാരൻ നല്ലൊരു ഫാർമസി കമ്പനിയിൽ ജോലിയായിട്ട് ഓസ്ട്രേലിയയിലുണ്ട്. പ്രൈസ് ഗോഡ്. സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്പർ വന്നാൽ പേഴ്സണലായിട്ട് തരാം. എന്നോട് ഒറ്റ സത്യം പറയാം, വിശ്വാസത്തിന് റിസ്ക് ഉണ്ട്. 18നും പണമടച്ചിട്ട് എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ വിശ്വാസം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, നിന്റെ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്ന് അവൻ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്ക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്ക. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരാം യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരാം യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരാം യേശുവിൻ സന്നിധിയിൽ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്റെ ദൈവം, നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്റെ ദൈവം, നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. ജീവകാലം മുഴുവനും നമ്മെ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ആമേൻ. നോക്കിയവർ താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഇന്ന് രാത്രി നോക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി നോക്കാൻ പറ്റുമോ? താഴ്ത്താൻ പറ്റുമോ? നീ പ്രകാശിക്കും, നീ പ്രകാശിക്കും, നീ പ്രകാശിക്കും. ഇന്ന് രാത്രി നിന്നെ പ്രകാശിപ്പിക്കുന്നത് സൂര്യനല്ല, ചന്ദ്രനല്ല, നക്ഷത്രങ്ങളല്ല, കുഞ്ഞാടിന്റെ തേജസ്. ആമേൻ. സൂര്യനെ നോക്കിയാൽ സൂര്യന്റെ വെളിച്ചം, ചന്ദ്രനെ നോക്കിയാൽ ചന്ദ്രന്റെ വെളിച്ചം, ഈ ലൈറ്റ് നോക്കിയാൽ ആ ലൈറ്റിന്റെ വെളിച്ചം, തമ്പുരാനെ നോക്കിയാൽ തമ്പുരാന്റെ വെളിച്ചം. ഇന്ന് രാത്രി നോക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എങ്ങനെ വിശ്വസിക്കണം? ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം പറയാം. ഡോക്ടറുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കാനിൽ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കിട്ടിയത് 4 കൊല്ലമായി. ഇന്നലെ ഒരു അൾട്രാസോണിക് എടുക്കേണ്ടി വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അൾട്രാസോണിക് എടുത്തു, ബ്ലഡ് പരിശോധിച്ചു, എല്ലാം പരിശോധിച്ചു. പ്രൈസ് ഗോഡ്. അതിലൊരു കുഴപ്പമില്ലാന്ന് റിപ്പോർട്ട് കിട്ടി. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയതല്ല. ഈ സ്കാനിങ്ങിന് കയറുന്ന മുമ്പ് ഗ്രേസി എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം സ്കാൻ ചെയ്യുമ്പം പണ്ട് കണ്ട കല്ലുണ്ടല്ലോ, ഒന്നല്ല മൾട്ടിപ്പിൾ കുറേ ഉണ്ട്, ആ കല്ല് കാണൂല. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററ, വിശ്വാസം ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധി പറഞ്ഞു, എടി ഗാൾ ബ്ലാഡറിൻ്റെ സ്റ്റോൺ
തന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോകും, കുറേ ഉള്ളപ്പോൾ പോകുകയില്ല. മാത്രമല്ല ഗാൾ ബ്ലാഡർ ഇങ്ങനെ ഡിസ്റ്റൻഡാണ് അന്ന്. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഓപ്പറേഷൻ അല്ലാതെ മാർഗമൊന്നുമില്ല. അവൾ പറഞ്ഞു എന്നാലും ഞാനങ്ങ് വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് 4:30 മണിക്ക്, ഇത് 2:30 മണിക്ക് ഞങ്ങൾ പറഞ്ഞു, 4:30 മണിക്ക് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കയ്യിൽ കിട്ടി. സ്റ്റോൺ കാണാനില്ല, ഒരു സ്റ്റോണും കാണാനില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ആമേൻ. വിശ്വസിച്ചാൽ, ദൈവത്തിന്റെ ആരാധിച്ചാൽ, ദൈവത്തിന്റെ പ്രാർത്ഥിച്ചാൽ, അന്ന് പാട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി 100 മേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വിഷയം എന്നാണ്? എൻ്റെ ആഗ്രഹങ്ങളൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇനി എന്ത് നടന്നുവെച്ചാൽ മതി, അതൊന്ന് സാങ്ഷൻ ചെയ്ത് കിട്ടിയാൽ മതി അല്ലേ?
ശരിയാണോ? ദൈവസന്നിധിയിൽ കുറെ ആഗ്രഹങ്ങൾ വച്ചിട്ടുള്ള എത്ര പേരുടെ ഇതിനകത്ത്? ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ചില ആഗ്രഹങ്ങൾ നാളുകളായി വെച്ച് മറുപടി കൂടി കാത്തിരുന്ന്, കർത്താവേ ഞാൻ ക്ഷീണിച്ചു, ഞാൻ തകർന്നു, ഞാൻ അത്യന്തം വശം കെട്ടു, എൻ്റെ ഹൃദയം നെഞ്ചിടിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ബലം കെട്ടുപോയി, എല്ലാവരും എന്നെ വിട്ടകന്നു മാറി, ഞാൻ ഒറ്റയ്ക്കായി തീർന്നിരിക്കുന്നു കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തായാലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്തിന്? എനിക്ക് അത്യുന്നതമായ പാറയിങ്കലേക്ക് എനിക്ക് കടന്നു കയറുവാൻ, ചാടി കയറുവാൻ, മാൻപേടയ്ക്ക് തുല്യമായ കാലുകളോടെ നിന്റെ കാലുകളെ ആക്കി തീർക്കാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കണം. എന്ത് ചെയ്യണം? നോക്കിയവർ കർത്താവിലേക്ക് നോക്കണം. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, കർത്താവ് എൻ്റെ വിഷയത്തിന് വേണ്ടി ഞാൻ യേശുവിനെ നോക്കാൻ, ഇനി മനുഷ്യനെ ഞാൻ ആശ്രയിക്കുകയില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ആശയ്ക്ക് വിരോധമായി സാറായി തൻ്റെ ശരീരം നിർജ്ജീവം, 100 വയസ്സുള്ള അബ്രഹാമിന് തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. തന്നോട് അരുളി ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട്, ഹല്ലേലൂയ, ഉറച്ചുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി നിന്റെ ദിവസമാണ്. ഇന്ന് രാത്രി നിന്റെ ദിവസമാണ്. This is your day. 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 ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാനുള്ള നിന്റെ ദിവസമാണ്. ആമേൻ, ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് ഭോജനയാഗം വരെ സമയം വരെ, ആമേൻ, ബാലിൻ്റെ 450, അശേരയുടെ 400, 800 വെളിച്ചപ്പാടന്മാർ, കള്ളപ്രവാചകന്മാർ നിന്ന് വെളിച്ചപ്പെട്ടു. അവരെ പഠിച്ച പണി 18 നോക്കി. എന്തിന്? ആകാശത്ത് നിന്ന് തീയിറക്കി അവരുടെ ദൈവം ബാല് ദൈവമാണെന്ന് തെളിയിക്കാൻ. ആമേൻ. ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ. നിന്റെ ദൈവം ഉത്തരമരുളുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സേവിക്കാം. അല്ല, ഞങ്ങളുടെ ദൈവം ഉത്തരം തന്നാൽ ഞങ്ങളുടെ ദൈവത്തെ സേവിക്കണം. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ചാൻസ് അവർക്ക് കൊടുത്തു. കാളയെ ഒരുക്കി വിറകിന്മേൽ വെച്ചിട്ട് തീയിടാതെ വിളിച്ചപേക്ഷിച്ചു തീയിറങ്ങാൻ. പക്ഷെ ഒന്നും നടന്നില്ല. ഉച്ചവരെ ഒന്നും നടന്നില്ല. ഉച്ചയ്ക്ക് ഭോജനയാഗത്തിൻ്റെ സമയമായപ്പോൾ ഏലിയാവ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഇനി എല്ലാവരും എൻ്റെ അടുക്കൽ കൂടുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പിശാചേ, നിന്റെ സമയം കഴിഞ്ഞു, നിന്റെ സമയം കഴിഞ്ഞു. യുവർ ടൈം ഈസ് ഓവർ, യുവർ ടൈം ഈസ് ഓവർ, യുവർ ടൈം ഈസ് ഓവർ. നിന്റെ സമയം കഴിഞ്ഞു, ഇനി എന്റെ ദൈവത്തിന്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്റെ സമയമാണ്. ഞാൻ ചോദിക്കട്ടെ, പിശാചേ, നിന്റെ സമയം കഴിഞ്ഞു. ഇന്ന് പ്രൈസ് ഗോഡ് 8:30, ഈ 8:30 മണി വരെ നിന്റെ സമയമായിരുന്നു. ഇനി എന്റെ സമയമാണ്. വിശ്വാസത്തിൽവർക്കുണ്ട്. ഉറക്കപ്പറ, കൈ ഉയർത്തിക്കൊണ്ട്, പിശാചേ, നിന്റെ സമയം തീർന്നു. പിശാചേ, നിന്റെ സമയം കഴിഞ്ഞു. ഓ ഡെവിൾ, യുവർ ടൈം ഈസ് ഓവർ. ഇനി എന്റെ സമയമാണ്, എന്റെ സമയമാണ്, എന്റെ സമയമാണ്. This is my time. This is my time. This is my time. യേശുവിന്റെ നാമത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ആരാധനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ക്ഷീണിച്ച് തകർന്ന് അത്യന്തം വശം കെട്ട് ബലമില്ലാതെ ഇവിടെ വന്നു, പക്ഷേ ഇനി എൻ്റെ സമയമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പ് കിട്ടിയവരൊരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഒരു നിമിഷം കണ്ണുകളിടയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ ഇളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ
ഈ ഹോളിൻ്റെ അകത്തേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചു. എന്നാൽ ഇന്ന് രാത്രികാലം ധൈര്യത്തോടെ മടങ്ങിപ്പോകത്തക്കവണ്ണം സ്വർഗീയ വചനങ്ങൾ ഞങ്ങളുടെ മേൽ പൊഴിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വ്യാപരിച്ച ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വ്യാപരിച്ച വിടുതലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ഷീണിച്ച് മനം തകർന്നു വന്ന സ്ഥാനത്ത്, വശം കെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ഹല്ലേലൂയ, ഞങ്ങളുടെ സ്നേഹിതർ സകലരും മാറി നിന്ന സ്ഥാനത്തും, ഹല്ലേലൂയ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലും ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രികാലം പ്രാപിപ്പാൻ തക്കവണ്ണം കടന്നു വന്ന ജീവിതങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി വിശ്വസിച്ചു, ആശയോടെ വിശ്വസിച്ചു. അതവന് നിവർത്തിയാക്കി കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജീവിതങ്ങൾക്ക് വലിയ വിടുതലുകൾ ഇന്ന് രാത്രി കൽപ്പിച്ച ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും അടഞ്ഞു കിടന്നിരുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവ ജനത്തിന് വേണ്ടി തുറന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും പിശാചിന്റെ സമയമായിരുന്നെങ്കിൽ ഇനി ദൈവത്തിന്റെ സമയമാണ്, എന്റെ സമയമാണ്, എന്റെ വിടുതലിന്റെ സമയമാണെന്നുള്ള ഉറപ്പും ധൈര്യത്തോടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി മടങ്ങിപ്പോകുന്ന ജീവിതങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ച മടങ്ങി വരുമ്പോൾ എന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്തു എന്നൊരു സാക്ഷിയായി അനേക ജീവിതങ്ങളെ ഇന്ന് രാത്രി കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ ആ പ്രഖ്യാപനം ഇവിടെ നടത്തുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ദൈവത്തിന്റെ ശക്തി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ഞങ്ങളുടെ നന്മകളെ തടഞ്ഞു വെച്ച ശക്തികളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ സമാധാനത്തോടെ സന്തോഷത്തോടെ മടക്കിയാകത്തക്കവണ്ണം ദൈവ പ്രവൃത്തി വെളിപ്പെട്ടതോർത്ത് സ്തോത്രം. ശുശ്രൂഷിപ്പാനങ്ങളുടെ വൃത്തിനെ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കുന്നതിനാൽ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തിന് മുമ്പ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പോകാം. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയാം, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ രക്ഷകൻ. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ഒരു പ്രഖ്യാപനം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞാട്ട്, എന്റെ രക്ഷിതാവ് യേശു ക്രിസ്തു, എന്റെ കർത്താവ് യേശു ക്രിസ്തു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് ജീവിക്കുന്ന ജീവനുള്ള ദൈവം ഞാൻ വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇനി എന്റെ മുഖം പ്രകാശിക്കാൻ പോകുകയാണ് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മളോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും പിന്നെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിഥികളായിട്ട് കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പാസ്റ്റർ PR ബേബിയുമായി പങ്കുവയ്ക്കുവാനുള്ള അവസരമുണ്ട്. ഈ ഹാളിൻ്റെ തന്നെ സൈഡിലുള്ള റൂമിൽ പാസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവെച്ച് കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫേസ് സിറ്റി ചർച്ചിന്റെ ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ കളമശ്ശേരി നെൽസൺ മണ്ടേല റോഡിലുള്ള ആരാധനാലയത്തിൽ വെച്ച് നടക്കുന്നു. അവിടേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.